ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങി വെക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ മുസ്ലിങ്ങളോട് വാദപ്രതിവാദം നടത്തുന്ന ആളുകൾ ബൈബിളുകളും അതുപോലെ തന്നെ മറ്റുള്ള ഗീതകളും മറ്റേ രാമായണങ്ങളും ഒക്കെ നമ്മൾ ആളുകൾ വാങ്ങി വെക്കാറുണ്ട്. ഇതൊക്കെ സൂക്ഷിക്കണം. എന്താണ്? യഥാർത്ഥമായ ഹക്കിനെ സ്ഥാപിക്കാൻ വേണ്ടി അവരെ കയ്യിലുള്ള ഒരു ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഇതെന്താ പറഞ്ഞാൽ ഈ യഥാർത്ഥ കുടുംബത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ മാത്രമാണ്. ഇത് സംഭവം പൊളിഞ്ഞു. ഇനിയിപ്പോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോ നിങ്ങളേക്കത് വെക്കാൻ പറ്റുമോ, അങ്ങനെ വെക്കാൻ പറ്റുമോ, ഇങ്ങനെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ വ്യാജമുടിയാണ് എന്ന കാര്യത്തിൽ ഇപ്പൊ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ, ഇത് വ്യാജസ്ഥനതാണെന്നുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇതൊന്നുമില്ല. ഒന്നാമത്തേന് മറുപടി പറഞ്ഞില്ല, നിങ്ങൾ ഇനി രണ്ടാമത്തേന് മറുപടി പറയും. ഒന്നാമത്തേനും രണ്ടാമത്തേനും മൂന്നാമത്തിനൊക്കെ വളരെ വ്യക്തമായിട്ട് അയാൾക്ക് മറുപടി കൊടുക്കുക. അതൊക്കെ വെറുതെ റെക്കോർഡ് ചെയ്തിട്ട് വരാം. നമ്മൾ ഒന്നാമത്തിന് മറുപടി ചോദിച്ചിട്ട് അത് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, അപ്പൊ നമ്മളെ ഒരേ ബ്ലോക്കാക്കി. എന്തിനാ ഈ പരിപാടിക്കൊക്കെ? ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ അവസരമുണ്ട്. വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് ചോദ്യങ്ങൾക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ മറുപടി പറഞ്ഞു തരും. പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള വിശാലമായ ഒരു മനസ്സുകൾ കാണിക്കുകയാണെങ്കിൽ വളരെ വിശദീകരിച്ച് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു തരാനൊക്കെ വളരെ യോഗ്യന്മാരായ ആളുകളാണ് നമ്മുടെ ഉസ്താദുമാർ. അതിലൊന്നും നിങ്ങളൊരു പേടി പോലിക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. യെസ്. അതെ, ഞങ്ങളുടെ കയ്യിൽ ആ മുടി മാത്രല്ല, നിങ്ങളുടെ ഓരോ കുനിഷ്ഠിന്റെ ഓരോ തെളിവുകളും കയ്യിലുണ്ട്. അപ്പോ അതുകൊണ്ട് നിങ്ങളത് എങ്ങനെങ്കിലും അത് കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണ്ട. അത് നടക്കുന്ന കേസല്ല. നിങ്ങളുടെ കുനിഷ്ഠിന്റെ ഓരോ രേഖകളും കയ്യിലുണ്ട് എന്നുള്ള മനസ്സിലാക്കുക. കാരണം നിങ്ങൾ തന്നെയാണ് അങ്ങനെയൊക്കെ തപ്പിപ്പിടിക്കാനും അതിലേക്ക് വേണ്ടി. കാരണം നിങ്ങൾ തന്ന സിഗ്നല് ബോംബെയിലുള്ള ഒരു ജാലിയവാല എന്ന ഒരൊറ്റ ആ ഒരു പേര് മാത്ര അദ്ദേഹത്തിന്റെ അടുത്ത് ആ ഇടുങ്ങിയ റൂമിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നും അല്ലാതെ മനസ്സിലാക്കുക. പിന്നെ അവര് ഇപ്പൊ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സനതൊക്കെ വിട്ടതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഉണ്ട്, എല്ലാം ഇൻഷാ അല്ലാഹ് അങ്ങനെ വിടും. ഇപ്പൊ മുസ്തഫ യുവൈ അയച്ചു തന്നു സാറിന്റെ കാന്തപുരം വൈബക്കൽ മുസ്ലിയാക്ക് കൊടുത്ത ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല, ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി പിതാവ്, അങ്ങനെ പോയിട്ട് ഉള്ള നിങ്ങളെ ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞു പോയ കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ പെൻ ക്യാമറ പോയിട്ടുണ്ട്, പിന്നെ അതുപോലെ മറ്റു പലതും പിടിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നേതാക്കന്മാരൊന്ന് ഇറങ്ങട്ടെ. ഈ കുട്ടികള്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നിങ്ങളുടെ കുട്ടികൾ ഒന്നും അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അവരിപ്പോ പ്രതികരിക്കാത്ത, അതിനെ കുറിച്ചൊന്നും മിണ്ടാത്തത്. നിങ്ങൾ പേരോട് ഇപ്പൊ അബുദാബിയിലോ അതുപോലെ സൗദിയിലൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിട്ടൊന്ന് പത്രസമ്മേളനം വിളിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. അപ്പൊ നിങ്ങളത് എടുത്തു കളയാൻ വേണ്ടി, അത് ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചോദിച്ചുകൊണ്ട് അബു ഹംദ എടുത്തു ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് മാത്രമല്ല, അങ്ങനെ പലതും ഉണ്ട്, പലതും. അദ്ദേഹം വീണ്ടും മുങ്ങി. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. നമുക്കും ടൈം വളരെ അധികമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയത്തോടെ എല്ലാവരും ദുആ ചെയ്യണം. പറഞ്ഞ് അവസാനം ഇപ്പൊ ജാലിയവാലിന്റെ പേര് തങ്ങളുമാക്കി. തങ്ങളല്ലാത്ത സയ്യിദല്ലാത്ത ഒന്നിനെ സയ്യിദാക്കുക. ഇവര് എന്താ ഒരു ദിവസത്തെ രാജ ഉണ്ടാക്കിയെങ്കിൽ ഉറക്കം വരാത്ത ആൾക്കാരാ. നമ്മൾ ഇന്നാള് പറഞ്ഞ മാതിരി നമ്മളെ നാട്ടുമ്പുറത്തൊരു കള്ളുണ്ടായിരുന്നു പറഞ്ഞു. അയാൾ എന്നും കക്കാൻ പോകും. ഒരു ദിവസം അയാളെ കാല് കുളിക്കിയ ദിവസം അയാൾക്ക് കക്കാൻ പോകാൻ കഴിയില്ല. അന്ന് അയാളെ ഭാര്യന്റെ അരിയിലൊരു പൊട്ടനുറുപ്പി കെട്ടി വെച്ചിട്ട് കടന്നുറങ്ങിയിട്ടില്ല. എന്നിട്ട് ഭാര്യ ഉറങ്ങിയൊക്കെ എടുത്തുകാണ്ട് ഇയാൾ കേസിലിട്ടുകാണ്ട് നല്ല ഉറക്കം തുടങ്ങി. കാരണം എന്തെങ്കിലും ഒന്ന് കട്ടിലെങ്കിൽ ഉറക്കം വരൂല കാരണം ഒരു ദിവസം കാര്യം വന്നുകാണ്ട് എന്തെങ്കിലും ഒരു വ്യാജം ഉണ്ടാക്കും. ഒന്നുമില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കേസത്തിന് വ്യാജം ഉണ്ടാക്കും. ഇപ്പൊ അവസാനം തങ്ങളല്ലാത്തൊരു തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പുതിയ വാദങ്ങളുമായി വരുന്നു. ദിവസം ഓരോ വാദങ്ങൾ ഇങ്ങനെ പുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ തന്നെ പറയാം അയാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കുടുംബമാണ്. അതന്നെ അള്ളാഹു ആയാലും അതും നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടത്. എന്തായാലും അയാൾ ഞാൻ തങ്ങളെല്ലാം തുറന്നു പറഞ്ഞ അയാൾക്ക് വരില്ല. എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ എത്ര ശക്തമായി നിങ്ങൾ പ്രവർത്തിക്കുന്നത്? അബൂജാഹിലിന് ആളുണ്ടാക്കാന്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ ഉസ്താദേ?
ഹലോ, ഓക്കെ. പിന്നെ ഈ വിഷയം ഒന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലും അതോടൊപ്പം തന്നെ സുന്നി ഗ്ലോബൽ ക്ലാസ് റൂമിലും പോയപ്പോൾ രണ്ടും അവരുടെ ആ വിഷയങ്ങൾ അവർ ഏറ്റുപറയാണ്. ഇപ്പൊ സത്യത്തിൽ സാധാരണക്കാരായ ഞങ്ങളൊക്കെ ഇതിൽ ഒന്നുമല്ലാതായി പോവുകയാണ്. കാരണം ഇവിടെ വരുമ്പോൾ ഇവിടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്നത് ശരി, അതോടൊപ്പം തന്നെ നേരെ മറിച്ച് മറ്റ് ക്ലാസ് റൂമിലേക്ക് മറ്റേ ഗ്ലോബലിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പറയുന്ന ശരി എന്നുള്ള അവസ്ഥയിലേക്കാണ്. പിന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഇത് പൊതു സമൂഹത്തിന് മുമ്പിൽ അള്ളാഹു തആല തന്നെ തെളിയിക്കേണ്ട വിഷയമാണ്. കാരണം ഇരു സമസ്തക്കാരും AP ആയിക്കോട്ടെ, ഈ രണ്ട് സമസ്തക്കാരും AP സമസ്തയും EK സമസ്തയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ഡിതന്മാരെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും അള്ളാഹു തആല ഈ വിഷയം ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങൾ പൂർത്തീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കാരണം ഇത് സമൂഹത്തിന് മുന്നിൽ പരസ്യമായി തെളിയിക്കണം. കാരണം വെറും ഒരു ഭാഗത്ത് നിന്ന് സനത് ചോദിക്കുന്നു, ഒരു ഭാഗത്ത് നിന്ന് സനത് കാണിക്കുന്നു, മറുഭാഗത്ത് നിന്ന് നിങ്ങളുടെ മറ്റേ സനത് എവിടെയാണ്, ബാക്കിയാത്തിലെ സനത് എവിടെയാണ്, അതേപോലെ തന്നെ ഇവിടുത്തെ നിങ്ങളുടെ ഹസ്രജിയുടെ സനത് എവിടെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതിന് പകരം സമൂഹത്തിന് മുമ്പിൽ അള്ളാഹു തആല ഇത് പരസ്യമായി ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് തർക്കിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ ഒരു പ്രത്യേക ഒരു മുസീബത്ത് ഇറക്കിയിട്ട് അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അല്ലാതെ ഇത് തെളിയുന്ന വിഷയമല്ല. ഏതായാലും പരസ്പരം അപ്പുറം ഇപ്പുറമുള്ള പണ്ഡിതന്മാര് ഏതായാലും ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവർ അവരിലേക്ക് ഒരു പ്രത്യേകമായ എന്തെങ്കിലും ഒരു അടയാളം അല്ലാഹു തആല ഇറക്കിയിട്ട് ഈ വിഷയങ്ങൾ തെളിയിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്ലാത്ത കാലത്തോളം ഇനി എത്ര വയല് പറഞ്ഞുകൊണ്ടും മുഖാമുഖം നടത്തിക്കൊണ്ടും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ നടത്തിക്കൊണ്ടും ആർക്കും ഇത് തെളിയിക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് കുടുങ്ങുന്നത് നിഷ്പക്ഷമായ അല്ലെങ്കിൽ ഒന്നും தெரிയാത്ത സാധാരണക്കാരായ മനുഷ്യരാണ്. ഈ ക്ലാസ് റൂമിൽ വന്ന അല്ലെങ്കിൽ മറ്റു ക്ലാസ് റൂമിൽ പോയ ഒരുപാട് പേർ ഇതിൽ നിന്ന് ഒന്നും தெரிയാതെ നട്ടം തിരിയുകയാണ്. ഇതിൽ നിന്ന് ഒരു അറുതി വെക്കാൻ അല്ലാഹു തആല തന്നെ നേരിൽ നിന്ന് തീരുമാനിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം ആമീൻ. ജസാക്കല്ലാഹു ഖൈർ യാ ശബാബി. പ്രിയപ്പെട്ട സുഹൃത്തെ, സമയം ഒരുപാട് അതിക്രമിച്ചുകൊണ്ടാണ്, ഇനി 2-3 പേരുണ്ട്. നിങ്ങളുടെ നല്ല ചോദ്യമാണ്. കാരണം ഈ മുഖാമുഖങ്ങൾ ഉണ്ടാകുമ്പോ ഇബാറത്തുകളും അതുപോലെ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഓതുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഇതൊന്നും തിരിയുന്നില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖങ്ങൾ വെക്കുന്നു. ഞങ്ങൾക്ക് സാധാരണക്കാർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു ചോദ്യമാണ്. അതിന് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. അവരുടെ കൂട്ടത്തിലെ ആളെ നിങ്ങൾ വിളിക്കൂ. അവരുടെ കയ്യിലും മുടിയുണ്ട്, ഞങ്ങളുടെ കയ്യിലും അതേ മുടിയുണ്ട്. അതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. രണ്ടുപേർക്കും പരസ്യമായിട്ട് അതിന് മുൻകാലത്ത് ചരിത്രങ്ങളിൽ ഇങ്ങനെ ആക്ഷേപം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണോ അത് റസൂലുള്ളാഹിന്റെ ഷഹ്റ മുബാറക്കാണെന്ന് തെളിയിച്ചത് അതുപോലെ തെളിയിക്കാൻ, പരസ്യമായിട്ട് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി അപ്പുറത്തവരാണ് അത് പറയേണ്ടത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതിന് മറുപടി ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാം. അടുത്തത് അബ്ദുൽ സമദ് ബിൻ അലി. പെട്ടെന്ന് ഉസ്താദാണ്, പെട്ടെന്ന് മൈക്കെടുക്കുക. അത് കഴിഞ്ഞ് യാഹിയും SKSFന് ശേഷം മറ്റാർക്കും മൈക്കില്ല. സുന്നിസത്തിന് എടുക്കാം, മറ്റാർക്കും മൈക്കില്ല. ദയവ് ചെയ്ത് ഇൻഷാ നമ്മളെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദാദ് കഴിക്കാനെടുത്ത് മൈക്ക്. ഒരു ചോദ്യം കൂടി. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് മറുഭാഗത്ത് AP വിഭാഗത്തോട് സനത് ചോദിക്കുന്ന സമയത്ത് നേരത്തെ കാസിമി ഉസ്താദ് അവിടുന്ന് വിളിച്ച 25,000 രൂപക്ക് വിളിച്ച ആ വെള്ളത്തിന്റെ സനത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ മറുഭാഗത്ത് ഇല്ല, അതും ഒരു നല്ല ചോദ്യമാണ്. അതിന് നിങ്ങൾ പറഞ്ഞാൽ മതി. ആ കാസിം ഉസ്താദ് ലേലം ചെയ്ത് ഒരു സ്ഥാപനത്തിന് കൊടുത്തതാണ്. എന്തോ ആയിക്കോട്ടെ, ആ ഷഹ്റ മുബാറക്കിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അത് അവരൊന്ന് പരസ്യമായിട്ട് പറയട്ടെ. അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനുള്ള തെളിവ് ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കുന്നതാണ്. അവരൊന്ന് പരസ്യമായിട്ട് പറയട്ടെ, ഞങ്ങൾ ആ ഷഹ്റ മുബാറക്കിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയട്ടെ. എങ്കിലല്ലേ അതിന് തെളിവ് വേണ്ടുള്ളൂ, എങ്കിലല്ലേ അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യുക. കാരണം ആ സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. അബ്ദുൽ സമദ് ബിൻ അലി എന്ന ഐഡിയുള്ള ഉസ്താദാണ് മൈക്ക് എടുക്കേണ്ടത്. ഉസ്താദ് അവിടെ ഉണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദല്ല, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് 7ാം ക്ലാസ് ആണ്. പിന്നെ അദ്ദാദ് തുടങ്ങാനായിട്ടുണ്ട്. നമ്മളെ ഏകദേശം ഇനി നാളെ ആക്കാൻ ചർച്ച. അദ്ദാദ് ചെല്ലാൻ വേണ്ടി ജലീൽ സാഹിബ് റെഡിയാണ്. ഇൻഷാ അല്ലാഹ് സുന്നീസം ഉണ്ട്. ഞാൻ ഏതായാലും മൈക്ക് മാറണം. ഇനി ടൈം അധികം വൈകിക്കണ്ടല്ലോ. ഒരുപാട് ടൈം കഴിഞ്ഞു. 16 മിനിറ്റ് അധികമാണ്. ഇപ്പോ 1 മണിക്ക് നിർത്തേണ്ടതായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് അദ്ദാദിലേക്ക് പോകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, നിങ്ങൾ എന്താ ഹബീബുമാരെങ്ങനെ ഡോട്ട് ഇടുന്നത്? ആർക്കാ സുഹൃത്ത് ഡോട്ടിട്ടത്? എവിടെയായിരുന്നു നിങ്ങളൊക്കെ ഇതുവരെ?
എവിടെയായിരുന്നു അദ്ദേഹത്തിന് ഡോട്ടൊന്ന് മാറ്റി കൊടുത്ത്, അദ്ദേഹത്തിന് ഡോട്ടൊന്ന് മാറ്റി കൊടുക്ക്. ഇങ്ങനെ കള്ളം പറഞ്ഞ സുഹൃത്ത്, എത്ര സമയമായി ഞങ്ങൾ പറയുന്നത്? 11 മണിക്ക് ശേഷം പറഞ്ഞതാണ് 12 മണി. അത് എന്നും ഉണ്ടാകുന്നതാണ് ഇവിടെ റൂമിൽ, എന്നും ഉണ്ടാകുന്നതാണ്. 12 മണിയാകുമ്പോ ചർച്ച നിർത്തും, ഹദ്ദാദിലേക്ക് കടക്കുമെന്നുള്ളത്. ഈ 12 മണി വരെ നിങ്ങൾ എവിടെ പോയിരുന്നു? ഇവിടെ എത്രയോ പേര് വന്നല്ലോ, ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, അവർക്കൊക്കെ ഉത്തരവും കിട്ടിയല്ലോ. എന്താണ് ഇങ്ങനെ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുന്നത്? ഇനി നിങ്ങളായിട്ട് ഇനി പുതിയ വല്ല എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കെ ജലീൽ ഉസ്താദ് ഡോട്ട് ഇട്ടില്ല. ഓക്കെ. ഏതായാലും ഇനി അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് വലിയ ഇതുവരെ ആരും ചോദിക്കാത്ത ചോദ്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കാമായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ ഇത് അദ്ദാ തുടങ്ങട്ടെ. മൈക്ക് വിട്ടു. Okay. Sorry, my friend. Sorry. I'm very. അസ്സലാമു അപ്പൊ നമ്മളെ പരിപാടി ഇന്നത്തതോടെ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ ആ ചോദ്യത്തിന് മാത്രം ഒരു മറുപടി. അതായത് റസൂൽ എന്തുകൊണ്ട് ഇവരെ ഒരു എന്നാണ് മൂപ്പർ ചോദിച്ചത്. സത്യത്തിൽ ഒരാൾക്ക് നിങ്ങൾ ആലോചിച്ചോക്കാണി, ഒരു മനുഷ്യന്, ഒരു മുസ്ലിമായ മനുഷ്യൻ കേൾക്കാൻ പറ്റാത്തതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു കാര്യമാണ് AP അബൂബക്കർ മുസ്ലിയാർ കേട്ടത്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ വ്യാജമുണ്ടാക്കിയവൻ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കാൻ, ഇത്ര വലിയൊരു ദുഷിച്ച പേര് അയാൾക്ക് കേൾക്കേണ്ടി വന്നില്ലേ? അയാളെ സംഘടനയിലും പൊതുസമൂഹത്തിലും ഒക്കെ ഒറ്റപ്പെട്ട് അയാളൊരു വൃത്തികെട്ടവനാണ് എന്ന് സമൂഹം മുഴുവൻ വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ മുഴുവൻ എതിർത്തിരുന്ന, നിങ്ങളൊന്ന് ആലോചിച്ചോക്കാൻ, അവർ മുഴുവൻ എതിർത്തിരുന്ന പിന്നെ പല ഷെയ്ഖന്മാരെയും അവർ പേരെടുത്ത് നമ്മുടെ നാട്ടിലെ പല ഷെയ്ഖന്മാരെയും അവർ എതിർത്തിരുന്നു. ആ ഷെയ്ഖന്മാർക്കൊക്കെ പല ആളുകളെയും യഥാർത്ഥമായ മശായിഖന്മാരെയൊക്കെ അവർ കള്ള ഷെയ്ഖന്മാരാണ് എന്ന് നമ്മുടെ കേരളക്കരയിൽ ചിത്രീകരിച്ചു. അവസാനം അവർ തന്നെ അതിന് പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയതിൽ ഒന്നാമതും പ്രധാനവുമായി അവർ പറഞ്ഞ താടി വടിക്കുക എന്ന് പറഞ്ഞ ഒരു ഷെയ്ഖിനെ തലയിലേക്ക് വെക്കേണ്ടി വന്നതും അത് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പബ്ലിക്കായി എല്ലാ തെളിവുകളോടും കൂടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടതൊക്കെ എത്ര ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ ശാപമാണ് അദ്ദേഹം ചെയ്തത്. ഈ ലോകത്ത് നിന്ന് എന്താ അയാൾക്ക് കിട്ടാന്? പരമാവധി കിട്ടിയില്ലേ? അതല്ലേ ഏറ്റവും വലിയ രസം. പിന്നെ ചേളാരി വഹാബികളെ നിങ്ങളെ അള്ളാഹു നശിപ്പിക്കും എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പിന്നെ ഒരു ഗുൽസിത്താൻ എന്ന് പറഞ്ഞ ആള് ബഹുമാനപ്പെട്ട പഠിച്ചുകൊണ്ട് വളരെ മോശമായ രൂപത്തിൽ 4 കാലുള്ള ആ ജീവിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിലുള്ള അനാവശ്യമായ വാക്കുകൾ മോശം ആലിമീങ്ങളെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ വളരെ അനാവശ്യമായ പേരുകൾ വിളിക്കുക. നിങ്ങൾക്ക് സെനദില്ലെങ്കിൽ സെനദില്ല എന്ന് പറഞ്ഞ പോലെ ആരെ നിങ്ങളെ പിന്നാലെ വന്നു? സെനദില്ല, ഞങ്ങളെയൊക്കെ സെനദുമില്ല, ഞങ്ങളെയൊക്കെ തെളിവില്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ് ആരും. നിങ്ങൾ സെനദ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സെനദ് ചോദിച്ചെന്നാൽ സെനദ് കാണിച്ചു തരും. ഇത് അസാധാരണ മുടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്ന് അസാധാരണത്തെ എന്താ തെളിയിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോ അല്ലാതെ പിന്നെ നിങ്ങളെ പിന്നാലെ ഞങ്ങൾ വന്നതല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതായാലും അള്ളാഹു അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. ആളുകൾ മുഖത്ത് നോക്കി പ്രവാചകനെതിരെ വ്യാജം സൃഷ്ടിച്ചവനെ കള്ള എന്ന് വിളിക്കേണ്ട ഒരു ഗതിയിലേക്ക് ഞാനല്ല വ്യാജവനല്ല ഗ്രാമാന്തരങ്ങളിൽ സ്റ്റേജുകളിലും പേജുകളിലും നിറഞ്ഞു നിൽക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിന് വന്നത് തന്നെയാണ് ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഇവിടെ വെളിവായി എന്നതിന്റെ തെളിവ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ സാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ. ആരെങ്കിലും പിന്നെ യഥാർത്ഥമായ ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ മനസ്സിൽ യഥാർത്ഥമായ ഹക്കിനെ നിറച്ചു കൊടുക്കട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖിനെ തരട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥിച്ച നാളെ ഇത് മഹദി ഇമാമിന്റെ കൈകളിൽ ഈ സമസ്തയെ എത്തിക്കണേ എന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലൂടെ നാളെ ബഹുമാനപ്പെട്ട മഹദി ഇമാമിന്റെ പിന്നിൽ അണിനിരക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവന്റെ ഇഹലോക സ്വർഗ്ഗത്തിൽ അവന്റെ പരലോക സ്വർഗ്ഗത്തിൽ നമ്മുടെ സ്വലോക സ്വർഗ്ഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എത്തിലും വരത്തിലും നമ്മൾക്ക് വിജയത്തിനെയും ഹിദായത്തിനെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് അബ്ദാദിനു വേണ്ടി ഒഴിഞ്ഞു കൊടുക്കും.